ഇലൈഹി റാജിഊൻ. ഖുർആൻ പറയുകയാണ് വലനബ്ലുവന്നകും, മനുഷ്യരെ നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ലാ നബ്ലുവന്ന എന്ന അറബി പ്രയോഗം സാധാരണ അറബി ഭാഷയുമായി ബന്ധപ്പെട്ടവർക്ക് അതറിയാം, തഅ്കീദിന് വേണ്ടിയാണ് ഉപയോഗിക്കുക. ഉറപ്പിച്ചു പറയണം, ലാ നബ്ലുവന്നകും, നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. മിനൽ ഖൗഫി ബിശൈഇൻ, ചില കാര്യങ്ങൾ കൊണ്ട് പരീക്ഷിക്കും. മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, വിശപ്പ് തന്ന്, ദാരിദ്ര്യം തന്ന്, സാമ്പത്തിക പ്രതിസന്ധി തന്ന് പരീക്ഷിക്കും. അല്ലേ? ഈ ലോകം മുഴുവൻ ആ പരീക്ഷണത്തിലാണെന്ന് പറയുന്നത്. ലോക പോലീസ് ചമയ്ക്കുന്ന അമേരിക്ക പോലും സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെടുക, നെട്ടോട്ടോടുകയാണ്. സമ്പത്ത് സ്വസ്ഥത കൊടുത്തോ മനുഷ്യരില്ല, ശാസ്ത്ര പുരോഗതി സ്വസ്ഥത കൊടുത്തോ മനുഷ്യരില്ല, നെട്ടോട്ടോടുകയാണ്. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്ത് പ്രധാനപ്പെട്ട സാമ്പത്തിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി പോലും ഉച്ചഭാഷണിയുടെ ഉറക്കം വിളിച്ചു പറയേണ്ടി വരികയാണ്, അസ്വസ്ഥാകരുത്, നമ്മെ പ്രതിസന്ധി ബാധിക്കൂല. ബാങ്കുകാർ നെട്ടോട്ടോടാണ്, നമ്മുടെ ബാങ്ക് പൊളിയാറായി. കാര്യന്താ? ചെറിയൊരു പരീക്ഷണമാണ് സാമ്പത്തിക പ്രതിസന്ധി, ദാരിദ്ര്യം. ആ ദാരിദ്ര്യത്തിലേക്കുള്ളൊരു സൂചന ഭക്ഷ്യക്ഷാമം വരാൻ പോകുന്നു. ആളുകൾ പേടിക്കുകയാണ്. അല്ലേ? ഉണ്ടാവൂല എന്നല്ല, ഒരു കാലത്ത് ഉണ്ടായിട്ടില്ലേ? ആളുകൾ ഉപേക്ഷിച്ച വലിച്ചത് ഇന്ന് നമുക്ക് നൂഡിൽസ് മതി, അതല്ലെങ്കിലോ മറ്റെന്തെങ്കിലും മുന്തിയ ചൈനീസ് ഫുഡ് മതി. പക്ഷേ അധികം താമസിയാതെ അല്ലെങ്കിൽ ഒരു രാത്രി മാറി അടുത്ത പകൽ വരുമ്പോ ഒരുപക്ഷെ നമ്മുടെ വീടുകളിൽ, നമ്മുടെ പറമ്പുകളിൽ വളർന്നു വരുന്ന കുറ്റിച്ചെടികൾ പറിച്ചെടുത്തിട്ട് അതിന്റെ ഇല പുഴുങ്ങി വെള്ളം കുടിക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാവൂല എന്ന് പറയാൻ ഒരു തെളിവുമില്ല. ലോകം കഴിഞ്ഞ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. നൂഡിൽസ് ഒക്കെ പോകും, ചൈനീസ് ഫുഡൊക്കെ പോകും, പറമ്പിലുള്ള പച്ചപ്പുല്ല് പറിച്ചു തിന്നേണ്ട ഗതികൾ ഉണ്ടായിന്ന് വരാ. ആ ഗതികൾ ഉണ്ടാക്കും, അത് പരീക്ഷണാർത്ഥം അല്ലാഹു നടപ്പാക്കും. ഇത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഅ്, ഭയം തന്നിട്ട്, പേടി തന്നിട്ട്. ചില വിരട്ടന്മാർ വിടും, ചില വിരട്ടന്മാര്, വെരട്ടിഫിക്കേഷൻ, ചില ഗുണ്ടാത്തലവന്മാര് താൻ വലിയവനാണെന്ന് കപ്പട വീശ വിരിച്ചു വെച്ചിട്ട് പൊങ്ങച്ചം നടിക്കുന്നവര്, തന്റെ ലോകത്ത് താൻ വരുന്നെന്ന് തോന്നും. അഹങ്കാരവും ദാർഢ്യവും ഒക്കെ ഈ സമൂഹം മൊത്തത്തിൽ കൊണ്ടു നടക്കാൻ, ഈ സമൂഹത്തിൽ മൊത്തത്തിൽ കൊണ്ടു നടക്കാൻ പറ്റിയതാണെന്നും അങ്ങനെ മറ്റുള്ളവരെ വരട്ടാമെന്നുമുള്ള ഭയം എന്ന ചിന്ത, ആ ചിന്തയിലൂടെ ഉണ്ടാക്കുന്ന ഭയം, അതല്ലാതെയുമുള്ള ഭയം. നിരവധി ഭയങ്ങൾക്ക് ഒരുപാട് ഘട്ടങ്ങളുണ്ട്. സ്വന്തം ജീവിതത്തിൽ തന്നെ ഭയങ്ങളുണ്ടാവും, സ്വന്തം ഭാര്യയിൽ ഭയമുണ്ടാവും, സ്വന്തം മക്കളിൽ ഭയമുണ്ടാവും, പലതരത്തിലും ഭയം. ആ ഭയങ്ങൾ കൊണ്ടും നിങ്ങളെ പരീക്ഷിക്കും. വിശപ്പ്, ദാരിദ്ര്യം, അതുപോലെ തന്നെ സമ്പത്തിൽ കുറവ് വരുത്തിയിട്ട് വേണ്ടപ്പെട്ടവരെ മരിപ്പിച്ചിട്ട് അങ്ങനെ ജീവിതത്തിന്റെ നാനാഭാഗങ്ങളിലൂടെ പരീക്ഷണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി മനുഷ്യ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. അത് ലോകത്തെല്ലാ മനുഷ്യനും അനുഭവിക്കണം. രാജാവും പ്രജയും അത് അനുഭവിക്കണം, തൊഴിലാളിയും മുതലാളിയും അത് അനുഭവിക്കണം, പണക്കാരനും പണിക്കാരനും അത് അനുഭവിക്കണം. എല്ലാവരും അനുഭവിക്കുന്നുണ്ട് അല്ലേ? എന്നിട്ട് അല്ലാഹ് പറയാണ്, മനുഷ്യ വബശ്ശിരി സ്വാബിരീൻ, അങ്ങനെ ജീവിതത്തിൽ പ്രയാസം ഉണ്ടായാൽ ക്ഷമിച്ചോ, ആ ക്ഷമിക്കുന്നവനാണ് സ്വർഗമുള്ളത്, അവർക്കാണ് സ്വർഗമുള്ളത് എന്ന് നബിയെ താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കൂ. ക്ഷമിക്കുന്നവനാണ് സ്വർഗം, ക്ഷമിക്കുന്നവനാണ് സ്വർഗം. ആരാ ക്ഷമാലു, ആരാ ക്ഷമിക്കുന്നവൻ? ജീവിതത്തിൽ ചെറിയൊരു നഷ്ടം പറ്റിയ നേരെ ഏതെങ്കിലും കബറിന്റെ മുന്നിൽ കൊണ്ടുവരാം ആണോ? ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന പേടിച്ചിട്ട് ഭയം കൊണ്ടിട്ട് ഒരു കട ഉദ്ഘാടനം ചെയ്യുമ്പോ തന്റെ തലക്ക് മുകളിൽ അല്ലെങ്കിൽ തന്റെ കാശ് വെട്ടിക്ക് മുകളിൽ തകിടെഴുതിയിട്ട് കുരിശ് വരച്ചിട്ട് അതല്ലെങ്കിൽ കടം വരച്ചിട്ട് അക്ഷരങ്ങൾ എഴുതിയിട്ട് ഇസ്മിന്റെ പണി ചെയ്യിച്ച് കൂടോത്രം ചെയ്യിച്ച് സിഹിർ ചെയ്യിച്ച് തന്റെ കച്ചവടത്തെ രക്ഷപ്പെടുത്താന്ന് വിചാരിച്ചവനാണോ? താൻ വാഹനത്തിൽ പോകുമ്പോ അപകടം ഉണ്ടാകരുതെന്ന് വിചാരിച്ചിട്ട് തന്റെ വണ്ടിക്ക് കാവലേർപ്പെടുത്താൻ അജ്മീരിൽ നിന്ന് കൊണ്ടുവന്ന പച്ചത്തുണി ആൻഡിൽ കെട്ടിവെച്ചവനാണോ? സ്റ്റിയറിംഗിൽ കെട്ടിവെച്ചവനാണോ? ആരെ ക്ഷമിക്കുന്നവൻ? ആരെ ക്ഷമിക്കുന്നവൻ? വലിയ തണ്ടിയും തലയൊക്കെ ആയി എണീറ്റ് നിന്നു, കപ്പട മീശയുണ്ട്, അങ്ങനെ നല്ല മസൽ പവറുണ്ട്, എന്നാൽ തന്നെ ഒരു പേടി. അരയിൽ കിടക്കട്ടെ ഒരു ചരട്, വലിയ ഒരു ഒലക്കയില് ആ ഒലക്കയെടുത്ത് അരയിൽ കെട്ടിക്കിട്ട് ആ ഏലത്തിൽ അഭയം കാണുന്നവനാണോ തവക്കുലാക്കിയവൻ? അവനാണോ ക്ഷമിച്ചവൻ? അല്ല. പേടി ഉണ്ടാവും മനുഷ്യരാ. അല്ല, ഐക്കല് കിട്ടാനല്ല ഇസ്ലാം പഠിപ്പിച്ചു. ഒരു ഊതിയിട്ട് കേട്ടാൽ അത് തെറ്റാണ്. ഇസ്ലാം പറഞ്ഞു, മൻ ആകാദ ഉഖദ സുമ്മ നഫദ ഫീഹാ, മൻ ആകാദ ഉഖദ ഫനഫദ ഫീഹാ. ഒരാളൊരു നൂലെടുത്തിട്ട് ഇങ്ങനെ കെട്ടുക, എന്നിട്ട് സുമ്മ നഫദ ഫീഹാ, പിന്നെ അതിങ്ങനെ ഊര. ആരാ നാട്ടിൽ ചെയ്യരുത്?
ആരാ നമ്മുടെ നാട്ടിൽ ചെയ്യല്? നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലർ കഷ്ടപ്പെട്ട് റെക്കോർഡ് ഉണ്ട്, അവർക്ക് എന്തെങ്കിലും പറയാൻ വേണ്ടേ, അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പറയണം. ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി പറഞ്ഞു, മൻ ആഖദ ഉഖദ, ഒരുത്തരൊരു കെട്ട് കെട്ടി, എന്നിട്ട് നൂലെടുത്തിട്ട് ഇങ്ങനെ കെട്ടുക, എന്നിട്ട് സുന്ദര പദവിഹ, ആ കെട്ടുമേ ഊതല്. ആ രൂപത്തിൽ ആരെങ്കിലും കെട്ടി നൂലിൽ കെട്ടി ഊതിയാൽ ഫഖദ് സഹറ, അവൻ സിഹ്റാണ് ചെയ്തത്, അവൻ സിഹ്റാണ് ചെയ്തത്. മൻ സഹറ, ആരെങ്കിലും സിഹ്ർ ചെയ്താൽ ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തു എന്ന് ലോകനേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇതാരും പറയൂല, മുജാഹിദ് പറയൂ. മുജാഹിദികൾക്ക് ഇത് പറയാനുള്ള ഓജസ്സുള്ളൂ, മുജാഹിദുകൾ മാത്രമേ ഇത് പറയൂ. എന്റെ അമുസ്ലിം സഹോദരങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അവർ വിചാരിക്കും ഇങ്ങനെയുണ്ട്, ഇങ്ങനെ ഇതാ ഇസ്ലാം. നമ്മൾ വിചാരിച്ച് നമുക്കുണ്ട് നൂല് അവർക്കുണ്ട് നൂല്. അല്ല, ഇസ്ലാമിൽ കെട്ടിയ ഊതിയ നൂലില്ല. മൻ ആഖദ ഉഖദ തുമ്മ നഫദ ഫീഹാ ഫഖദ് സഹർ, ആരെങ്കിലും ഒരു നൂലെടുത്ത് കെട്ടിയാൽ ആ കെട്ടിൽ അവൻ ഊതിയാൽ അവൻ സിഹ്ർ ചെയ്തു. ഏത് രാത്രിയിലും കിടക്കുന്നതിന് മുമ്പ് ഒരു വിശ്വാസിയോട് അല്ലാഹ് പറഞ്ഞു, അള്ളാഹിനോട് കാവല് ചോദിക്കണം, റബ്ബിനോട് കാവല് ചോദിക്കണം. എന്തിൽ നിന്നാ കാവല്? എന്തിൽ നിന്നാ കാവല്? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫ്ഫാതാതി ഫിൽ ഉഖദ വമിൻ ശർരി നഫ്ഫാതാതി ഫിൽ ഉഖദ. കെട്ടുകളിൽ മന്ത്രിച്ചൂതുന്നവരുടെ ശർറിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ. ഇത് പ്രാർത്ഥിച്ചിട്ട് വേണം ഉറങ്ങാൻ. എന്താ വാചകത്തിന്റെ അർത്ഥം? ആരിൽ നിന്ന് ഈ സമൂഹത്തെ കാക്കണമെന്നാ പറയുന്നത്? ഞാൻ വിശദീകരിക്കണില്ലല്ലോ. ആരെ കെട്ടുകൾ മന്ത്രിച്ച് ഓടുന്ന ആൾക്കാർ? ഏതൊരു വിശ്വാസിയും കിടക്കുന്നതിന് മുമ്പ് ഓതിയിട്ട് ശരീരത്തിന് മുഴുവൻ തടകളെന്നാണ് നബി പഠിപ്പിച്ചത്. 5 നേരം നമസ്കാരം കഴിഞ്ഞാൽ അത് ഓതണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അള്ളാഹുവെ നിന്നോട് അഭയം ചോദിക്കുകയാണ്, എന്ത്? കെട്ടുകളിൽ മന്ത്രിച്ചൂതുന്ന ആളുകളുടെ അവരാരാ? അവരുടെ ശർറിൽ നിന്ന് അല്ലാഹുവേ എന്നെ കാക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം വിശ്വാസി ഉറങ്ങാൻ. ഈ സൂറത്ത് എനിക്കറിയില്ല, ചില ആളുകൾ ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. ആർക്ക്? സൂറത്തിൽ പലക്കറിയാത്തവരാരാ? പടച്ചവന്റെ മുന്നിൽ പോയിട്ട് ഞങ്ങൾക്ക് ഇത് അറിയില്ല എന്ന് പറയാൻ പറ്റുമോ? സൂറത്തിൽ പലക്കറിയാത്തവരാരാ? റബ്ബിന്റെ മുന്നിൽ കൈകെട്ടി നിന്ന് മറുപടി പറയണ്ടേ? ലോകത്തുള്ള മുഴുവൻ വാർത്ത അറിഞ്ഞാലോ, ലോകത്തുള്ള മുഴുവൻ വിവരം അറിഞ്ഞാലോ? എന്തേ സൂറത്തിൽ പലക്കറിഞ്ഞില്ല? സൂറത്തിൽ പലക്കിന്റെ അർത്ഥം അറിഞ്ഞില്ല, സൂറത്തിൽ പലക്കിന്റെ ആശയം അറിഞ്ഞില്ല. കെട്ടില് മന്ത്രിച്ചൂതുന്നവന്റെ ശർറിൽ നിന്ന് അല്ലാഹുവേ കാക്കണേ എന്ന് ഒരു വിശ്വാസി ദുആ ചെയ്യണം. അതാണ് ഭയത്തിന് മോചനം കിട്ടാൻ വേണ്ടിയിട്ട് നൂലും കെട്ടി നടക്കല്ല. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ജ്യോത്സ്യപ്പണി ചെയ്യല്ല. ജീവിതത്തിൽ നട്ടങ്ങളും കട്ടതകളും ഉണ്ടാകും. ആ കട്ടനട്ടങ്ങളിൽ ക്ഷമിക്കണം. ആരാ ക്ഷമിക്കുന്നവർ? ആരാണ് ക്ഷമാലുക്കൾ? ഖുർആൻ തന്നെ പറഞ്ഞു, അല്ലദീന ഇദാ അസാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലദീന ഇദാ അസാബതുഹും മുസീബ, അവരുടെ ജീവിതത്തിൽ ഏത് തരത്തിലുള്ള മുസീബത്തുകൾ അവരെ ബാധിച്ചാലും, ഏത് തരത്തിലുള്ള പ്രതിസന്ധികളിൽ അവരകപ്പെട്ടാലും, ഖാലൂ, അവർ പറയുന്ന വാചകം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നാം അല്ലാഹുവിൽ നിന്നുള്ളതാണ്, അവരിലേക്ക് മടങ്ങാനുള്ളതാണ്. ഇതാണ് വിശ്വാസി പറയുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മാന ഇടിഞ്ഞു വീണു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഭൂമി രണ്ടായി പിളർന്നുപോയി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.